അവൻ ഇറാഖിൽ പോവുകയാണ്. സജിയുടെ എൻ്റെ കൂടെ വരണം, എയർപോർട്ടിൽ വരണം. അപ്പോൾ ആദ്യമായിട്ട് ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഗൾഫിൽ പോവുക. ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ ഉടൻ തന്നെ ജോസഫ് ചോദിച്ചു, അപ്പോൾ ഞാനും പൊക്കോട്ടെ? ആരാ എൻ്റെ മോൻ ചോദിക്കുക, ഞാനും ആരുടെ കൂടെ എവിടെ പൊക്കോട്ടെ? എയർപോർട്ടിലല്ല, ഇറാഖിൽ പൊക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ പോകാൻ പറ്റില്ലടാ. അപ്പൊ അവൻ പറഞ്ഞു, എനിക്കും പോകണം ടിജിയമ്മാച്ചൻ്റെ കൂടെ. ഞാൻ എന്തോ പുസ്തകം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ 2-3 വട്ടം പറഞ്ഞു നോക്കി. ഒടുവിൽ ഞാൻ പറഞ്ഞു, നീയാ പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പോകാൻ പറഞ്ഞാൽ അവന് പോകാൻ പറ്റുന്നുള്ള ഗ്യാരണ്ടിയാണ് അവന്. കാരണം വർഷങ്ങളായിട്ട് എന്റെ വാക്ക് പറഞ്ഞതാ. ഞങ്ങൾ ഇവിടുന്ന് എയർപോർട്ടിൽ ചെന്ന സമയമായപ്പം ടിജി ബാഗും പിടിച്ചുകൊണ്ട് അതിനകത്ത് ചെക്കിങ്ങിനകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പം ജോസൊക്കെ പതുക്കെ വേഗം നല്ല ബെസ്റ്റ് ഡ്രസ്സൊക്കെ ഇട്ട് തന്നേക്കുന്നത്. അപ്പൊ ഞാനിത് മനസ്സിലാക്കിയില്ല. പുള്ളി വേഗത്തേക്ക് കയറി പോവുക, ഞാൻ കയറി പിടിച്ചു, നീ പിടിക്കാം. അപ്പൊ ഞാൻ ഇറാഖിൽ പോവുക, നീ ഇറാഖിലേക്കോ? അപ്പൊ ഞാൻ ചോദിച്ചു, പൊന്നുമോനെ ആരാ പറഞ്ഞില്ല? അപ്പിയല്ലേ പറഞ്ഞു എന്നോട് പൊക്കോളാം. അപ്പി എന്നോട് എന്ത് പറഞ്ഞു? എവിടെ പോകാൻ പറഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞു, പൊന്നുമോനെ പോകാൻ പറ്റില്ല. അപ്പ പറഞ്ഞാലും അപ്പാപ്പൻ പറഞ്ഞാലും ഉപ്പാപ്പൻ പറഞ്ഞാലും അമ്മാമ്മ പറഞ്ഞാലും പോകാൻ പറ്റില്ല. പോകണമെങ്കിൽ 2 രാജ്യങ്ങളുടെ ഇടയിൽ നിയമമുണ്ട്. 2 രാജ്യങ്ങളുടെ നിയമമുണ്ട്. പാസ്പോർട്ട് വേണം, വിസ വേണം, ടിക്കറ്റ് വേണം, എത്രയൊക്കെ ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. പോകുമെന്ന് പറയുന്ന എല്ലാവരും പോവുകയല്ല, പോകുന്നവർ കാര്യങ്ങൾ ക്രമീകരിച്ചവരാണ്. അപ്പൊ ഇവിടെ ഇന്ന് ഈ അപ്പച്ചനെ നമുക്ക് യാത്ര അയക്കുമ്പോ അപ്പച്ചൻ പോകുന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. നിങ്ങൾ കാരണം അപ്പച്ചന്റെ സാക്ഷി നമ്മൾ അങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പച്ചന്റെ മരണസമയത്ത് തൊട്ടു മുമ്പ് തന്നെ ചികിത്സിച്ച ഡോക്ടർമാരോട് സുവിശേഷം പറയണമെങ്കിൽ ഇങ്ങനെ പറയണമോ അപ്പച്ച എന്ന് ചോദിച്ചിട്ടും സുവിശേഷം പറയണമെങ്കിൽ, സുവിശേഷം പറയണമെങ്കിൽ ഒരു വ്യക്തിയുടെ അകത്ത് വെളിച്ചമില്ലാതെ പറയുകയില്ല. ഈ ഭവനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മാനുവേലപ്പച്ചൻ ഈ പട്ടണത്തിൽ ഓടി വന്ന് ട്രാക്ട് കൊടുത്ത ആളാണ്. ഞാൻ കാണാറുണ്ട് അപ്പച്ചൻ ഈ സ്പോർട്സ് ഗ്രൗണ്ട്, നമ്മുടെ തോപ്പിന്റെ അവിടുത്തെ ഗ്രൗണ്ടില്, നമ്മുടെ അവിടുത്തെ ടൗണിലുള്ള പല സ്ഥലത്തും വെച്ച് അപ്പച്ചനെ കണ്ടിട്ടുണ്ട്. അപ്പച്ചൻ മരിച്ചപ്പോൾ എനിക്കൊരു വേദന ഉണ്ടായിരുന്നു. ഇതാരും തുടങ്ങി വന്ന് കർത്താവ് ഞങ്ങൾക്ക് അരുൺപദറിനെ തന്നവനായി സ്തോത്രം. ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞു 50 ഭാഷത്ത് പുറത്ത് പറയരുതെന്ന് പറഞ്ഞു. ഞാൻ പറയാൻ വേണ്ടി പറയല്ല. കർത്താവിന്റെ ദാസൻ അരുൺ ബ്രദർ കർത്താവ് നൽകിയ വെളിച്ചത്താൽ താനും തനിക്ക് ആകെ കൂടെ ദിവസം കിട്ടുന്നത് ഞായറാഴ്ചയാണ്, സിംസനോട് ഇരിക്കുന്ന സമയമാണ്, മക്കളോട് ചെലവഴിക്കുന്ന സമയമാണ്. അതിൽ നിന്ന് തന്റെ അകത്ത് നൽകിയ വെളിച്ചത്താൽ അതാണ് പിതാക്കന്മാരിൽ സുവിശേഷത്തിന്റെ ആത്മാവിന് പരിശുദ്ധാത്മാവ് തലമുറകളിലേക്ക് കൈമാറുന്നത് ഓർത്ത് സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. അപ്പൊ കർത്താവ് വരുന്നത് എല്ലാവരെയും കൊണ്ടുപോകാനല്ല. നമ്മുടെ കർത്താവ് വരാൻ പോവുക. കർത്താവ് വരാൻ സമയമായി. കർത്താവ് വരുന്നതിന്റെ ലക്ഷണമാണ് നമ്മൾ അങ്ങിങ്ങായി മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നത്, കൊറോണ വന്നു, ഇനി വല്യപ്പൻ കൊറോണയുടെ മുത്തപ്പൻ വരാൻ പോകുമെന്ന് പറഞ്ഞിട്ടു. എന്തൊക്കെ കാര്യങ്ങളാണ് കൊറോണ നമ്മളെ പഠിപ്പിച്ചത്. ഏകദേശം 75 ലക്ഷത്തിൽ പരം ആളുകൾ ഔദ്യോഗികമായി മരണത്താൽ ഭൂമുഖത്ത് മാറ്റപ്പെട്ടു. അനൗദ്യോഗിക കണക്ക് 2.5 കോടിയോളം ജനം മരിച്ചെന്നാണ്. ഇത്ര വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നമ്മളെ പിടിച്ചു നിർത്തിയവനായി സ്തോത്രം ചെയ്യുകയാണ്. അതിന്റെ മണ്ണിൽ ദൈവം നമ്മൾ നിർത്താൻ കാരണം ദൈവത്തിന് നമ്മെ കുറിച്ച് ഇനിയും പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ആ പദ്ധതി മറ്റൊന്നുമല്ല, നിങ്ങൾ ദൈവത്തോടുകൂടെ മടക്കാൻ തുടങ്ങണം. ഹാനോക്ക് ദൈവത്തോടുകൂടെ മടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടവനാൽ കാണാതായി. ഈ അപ്പച്ചന്റെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആ വാക്യം ഒന്ന് പറയണം. ഹാനോക്ക് ദൈവത്തോടുകൂടെ മടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടവനാൽ കാണാതായി. 65-ാമത്തെ വയസ്സിൽ ഹാനോക്ക് ദൈവത്തോടുകൂടെ മടക്കാൻ തുടങ്ങി. 300 വർഷം ഭാര്യയുണ്ട്, മക്കളുണ്ട്, നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്. തന്റെ കുടുംബത്തിൽ ആദാം അപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ആദാം മരിച്ചിട്ടില്ല. ആദാം ജീവിച്ചിരിക്കുന്ന, പിതാക്കന്മാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തോടുകൂടെ തോട്ടത്തിൽ നടന്ന ആദാം ദൈവത്തോട് പാപം ചെയ്ത് തോട്ടത്തിന് പുറത്തു വന്ന കഥ കേട്ട ഹാനോക്ക് അവൻ ദൈവത്തോടു കൂടെ മടക്കാൻ തുടങ്ങി. പിതാക്കന്മാർ പരാജയപ്പെട്ടിടത്ത തലമുറകൾ ജയിക്കാൻ തുടങ്ങി. പറയാൻ കരുത്തുണ്ടെങ്കിൽ പറഞ്ഞ കർത്താവേ, എന്റെ അപ്പനപ്പൂപ്പൻ, അതായത് ആദാം, കണക്ക് വെച്ച് പറയേണ്ടതാണ്. പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, സമയം നമ്മുടെ മുന്നിൽ വളരെ വിരളമാണ്. ആദാം ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോ ദൈവത്തോടു കൂടെ വളർന്ന ആദാം തോട്ടത്തിൽ നിന്ന് പാപത്താൽ പുറത്തു വന്ന കഥ കേട്ട് വളർന്നവനാണ് ആര്? ഹാനോക്ക്. പക്ഷെ ഹാനോക്ക് ദൈവത്തോടു കൂടെ വളർന്നു. അതിന് കാരണമുണ്ട്. ഹാനോക്കിന്റെ ജീവിതത്തിൽ നോക്കിയ ദൈവത്തോടുകൂടെ നടക്കാൻ തുടങ്ങിയ ദിവസമുണ്ട്. 300 വർഷം ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. ഒരു ദിവസം നമുക്ക് നടക്കാൻ പറ്റുന്നില്ല.
ഓ പാസ്റ്റർ, അവളുടെ കൂടെ ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് ആരോടെ നടക്കാൻ പറ്റില്ല. പറ, അങ്ങയുടെ കൂടെ ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് ആരോടെ നടക്കാൻ പറ്റില്ല. അപ്പൊ കുറ്റമാർക്കാം? ഭാര്യയ്ക്കും ഭർത്താവിനും അപ്പനും അമ്മയ്ക്കും മക്കൾക്കും. ഇതേ അപ്പൻ, ഇതേ അമ്മ, ഇതേ മക്കൾ, ഇതെല്ലാം ഉള്ള ഹാനോക്ക് പറയാ, ഞാൻ ദൈവത്തോട് കൂടെ പറയുന്ന ഒരു കാരണവും ദൈവത്തിന്റെ കൂടെ മടക്കാനോ നിത്യത അവകാശമാക്കാനോ തടസ്സമല്ല. ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറയാൻ. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയും നിങ്ങൾ ഏത് ദേശത്ത് താമസിക്കുന്നു എന്ന ഒരു അവസ്ഥയും ദൈവത്തോടുകൂടെ മടക്കാൻ തടസ്സമല്ല. വെളിപ്പാടുള്ളവൻ ദൈവത്തിനൂടെ മടക്കുകയാണ്. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ മടക്കാൻ കാരണം അവന് കൊച്ചു ജനിച്ചു. ആ കൊച്ചു ജനിച്ചപ്പോ കൊച്ചിന് എന്ത് പേരിടണം? നമ്മളിങ്ങനെ മക്കൾക്ക് പേരിടുമ്പം അപ്പന്റെ പേരും അമ്മയുടെ പേരും പേര് ചേർത്തിടണം. എന്റെ അമ്മയുടെ പേര് സാറാമ്മ, അപ്പന്റെ പേര് ജോർജ്. അങ്ങനെ പേര് കിട്ടി എന്ത് പേര്? സജി. വല്ല മത്തായിന്നും ക്രിസ്റ്റീന എന്നൊക്കെ വരായിരുന്നത്. അപ്പന്റെ പേര് മത്തായിന്നും അമ്മയുടെ പേര് ക്രിസ്റ്റീന എന്ന് വരുന്നെങ്കിൽ പേരെന്തായി പോയത്? പക്ഷെ അങ്ങനെ അവര് മാക്രി ചാക്രി വാക്രി എന്നൊന്നും പേരിടുന്നവരല്ല പിതാക്കന്മാര്. അവര് ചെയ്യുന്ന കാര്യം അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? പ്രാർത്ഥിച്ചപ്പോ ദൈവം പറഞ്ഞു, ഈ കൊച്ചിനിടുന്ന പേര് മെതുശലഹ് എന്നാണ്. ഇവൻ മരിക്കുമ്പോൾ ന്യായവിധി വരും. ഇവൻ മരിക്കുമ്പോൾ എന്ത് വരും? ഈ ലോകം മൊത്തം ന്യായവിധിയുടെ കീഴിലേക്ക് പോകാൻ പോവുകയാണ്. ഇവൻ മരിക്കുമ്പോൾ ന്യായവിധി വരും. ഇത് വെളിപ്പാടായി കിട്ടിയ ഹാനോക്ക് മരണത്തെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും വെളിപ്പാട് കിട്ടിയ ഹാനോക്ക് തീരുമാനിച്ചു,